ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ബിലേറ്റഡ് ആയിട്ടാണ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് കുറച്ച് വൈകി കേട്ടോ, പെരുന്നാളും തിരക്കൊക്കെ കാരണമാണ്. നമ്മൾ ചെറുതുരുത്തിയുള്ള KSK സ്റ്റോറിലാണ് കേട്ടോ എല്ലാ വർഷവും പോയിട്ട് മക്കൾക്കുള്ള സ്കൂൾക്കുള്ള കംപ്ലീറ്റ് സാധനങ്ങളും എടുക്കാറ്. അങ്ങനെ ഇതാ 2-3 തവണ പോയിട്ടാണ് കേട്ടോ മക്കൾക്ക് സ്കൂൾ ഐറ്റംസുകളും എടുത്തത്. കാരണം പെരുന്നാളും തിരക്കും പിന്നെ ഒരു നോമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ തിരക്കും വീട് പണി എല്ലാം കൂടി ആയപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മേടിക്കാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 തവണയായിട്ടാണ് കേട്ടോ ഓരോ ഐറ്റംസുകളും കുഞ്ഞു കുറച്ച് മേടിച്ച് വെച്ചിട്ട് അങ്ങനെ അവർക്കുള്ളത് അങ്ങോട്ട് സന്തോഷത്തിലാക്കിയിട്ടോ, അവർക്ക് കുറച്ച് ഹാപ്പി ആക്കി കൊടുത്ത് കുറച്ച് വൈകിട്ടാണെങ്കിലും. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ വേറെ ആയിരുന്നു, പിന്നെ പോകുമ്പോൾ വേറെ ആയിരുന്നു. അങ്ങനെ കുഞ്ഞു സാധനങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ കുറേശ്ശെ എടുത്ത് ബുദ്ധിമുട്ടില്ലാതെ അതെല്ലാം അങ്ങ് നടന്നു കേട്ടോ. ഓരോ പ്രാവശ്യം പോകുമ്പോഴോ ഹിബമോൾ അവിടുത്തെ ബാഗ്സും ബുക്സും എല്ലാം വലിച്ചെടുത്ത് നോക്കി. അവൾക്ക് ആദ്യം തന്നെ മേടിച്ചത് അവൾക്കാണ് കേട്ടോ. ഹിബമോൾക്കാണ് ഫസ്റ്റ് മേടിച്ചത്. കാരണം ജൂൺ 1-ാം തീയതി ഹിബമോൾക്കാണ് സ്കൂൾ തുറക്കുന്നത്, ജൂൺ 3-ാം തീയതിയാണ് ലുബമോൾക്ക് തുറക്കണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മേടിച്ചത് നമ്മൾ ഹിബമോൾക്കായിരുന്നു. ഹിബമോൾ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടമാവും കേട്ടോ. വീട്ടിൽ നിന്ന് ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോവുക. പക്ഷേ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മക്കളെയും പോലെ തന്നെ അവരുടെ മൈൻഡിൽ വേറെ ആയിരിക്കും. അപ്പോൾ എന്താണ് അവർക്ക് ഇഷ്ടമാണ് അതായിരിക്കും കേട്ടോ. അതിനിടയിൽ കുറേ അത് മതി കൺഫ്യൂഷനായിട്ട് ആകെ കൂടി എന്തോ മാതിരിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ബോട്ടിൽസും അങ്ങനെ ബാഗുകളും എല്ലാം ഒരുപാട് നോക്കിയിട്ടാണ് നമ്മൾ എന്തായാലും ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധമെല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് എത്തണ വരെ നമ്മൾ തിരഞ്ഞു പിടിക്കും. അങ്ങനെ എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം മോൾക്കുള്ള ബോട്ടിൽ ഫ്രോസൻ്റെ ഒരു ബോട്ടിലും ബാഗും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് അങ്ങനെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇക്ക പിടിച്ച ഈ ഒരു ഫ്രോസൻ്റെ ബാഗാണ് കേട്ടോ ഹിബമോൾക്ക് എടുത്തത്. പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ബാഗാണ് എടുത്തത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്പേസ് ഉള്ളതാണ് ഞാൻ നോക്കുന്നത്. എപ്പോഴും നമ്മൾ നോക്കുക സ്പേസ്, ബുക്സും നോട്ട്സും അവരുടെ ഫുഡ് ആക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടോന്ന്. 2-3 ബാഗൊന്നും വെച്ചിട്ട് പോയിട്ട് മക്കൾക്ക് ബുദ്ധിമുട്ടാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഒരു ബാഗിൽ തന്നെ എല്ലാം അവർക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിടിക്കാൻ പറ്റണം. അങ്ങനെയാണ് 2 പേർക്ക് ഞാൻ ബാഗുകൾ സെലക്ട് ചെയ്യാറ് കേട്ടോ. പിന്നെ ലുബമോൾക്ക് ലഞ്ച് കൊണ്ടുപോകണമുണ്ട്, ലഞ്ച് ബാഗ് എക്സ്ട്രാ എന്തായാലും വേണം. അവളൊന്നും 6th ഒന്നും മുതിരും ചെയ്തില്ലേ, അപ്പോൾ കുറച്ച് അവൾക്ക് എന്തായാലും സെപ്പറേറ്റ് ബാഗ് വേണം. പിന്നെ ഒന്നും കൂടി ബുക്സും കൂടും ചെയ്തിരിക്കണം, വെയിറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബാഗും അതിലേക്കുള്ള ഐറ്റംസും കംപ്ലീറ്റ് എടുത്തു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഹിബമോളുടെ കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഈ ഒരു ലഞ്ച് ബോക്സാണ് കേട്ടോ മേടിച്ചത് നമ്മുടെ ലുബമോൾക്ക്. സ്റ്റിക്കേഴ്സ് എടുക്കണ ഒരു പതിവുണ്ട് കേട്ടോ ഹിബമോൾക്ക്. ഇടയിൽ വെച്ചിട്ട് എല്ലാ സ്റ്റിക്കേഴ്സ് എടുത്ത് നോക്കൂ കേട്ടോ. പിന്നെ അത് ആ ഒരു ബോട്ടിലാണ് എടുത്തത്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ അതാ കണ്ടില്ലേ, നെയിം സ്ലിപ്പ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഓരോ തവണ പോകുമ്പോഴും ചിലപ്പോൾ മറന്നു പോകും കേട്ടോ എടുക്കാനും ഇതാവാനൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതും കൂട്ടിയിട്ട് എടുക്കും കേട്ടോ. അങ്ങനെ ലുബമോൾക്കുള്ള പെൻസ് എന്തായാലും പെൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ലുബമോൾ. അവൾക്ക് ബ്ലാക്ക് മഷി പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പെൻ എടുത്ത്. അങ്ങനെ നമ്മൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ ചെറുതുരുത്തിയുള്ള KSK സ്റ്റോറിലാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം വരില്ല. കാരണം അത്രയും നല്ല ഡിസ്കൗണ്ടോട് കൂടി ക്വാളിറ്റിയോട് കൂടി നല്ല വെർത്തായിരിക്കും കേട്ടോ. എന്തെടുത്താലും നമുക്ക് നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെ എടുക്കണം. കാരണം അത്യാവശ്യം എല്ലാ ക്വാളിറ്റി ഇല്ലാണ്ട് നമ്മൾ പോയി എടുക്കില്ല. ഞാൻ 3 വർഷമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് എടുക്കണ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. നോട്ട്സ് ആയാണെങ്കിലും എന്താണെങ്കിലും അവിടെ നിന്ന് എടുക്കുന്നത് നല്ല ഉപയോഗപ്രദമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും അവിടെ പോണത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഒക്കെ പോയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. പക്ഷെ അതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹിബമോൾ കുടകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ കുട എടുക്കണില്ല, കാരണം കുട എടുക്കാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ 2-3 തവണയായിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും എടുത്ത് അവർക്ക് റെഡിയാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുട അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞങ്ങൾ വീണ്ടും വരും, കാരണം ഓരോ ടൈമിൽ ഓരോന്ന് എടുക്കുക എന്ന് പറയില്ല, അതുപോലെ തന്നെ ഇനി വീണ്ടും വരും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ബില്ല് ചെയ്യാൻ വേണ്ടത്. അതിൻ്റെ ഇടയിൽ വീണ്ടും നോക്കേണ്ട എന്തെങ്കിലും വിട്ടുപോയി. ബ്രൗൺ പേപ്പർ പറഞ്ഞാൽ ഒരുപാട് ബുക്സ് പൊതിയാളുണ്ടെങ്കിൽ ഞാൻ 2 റോള് വാങ്ങിയിട്ട് തികഞ്ഞില്ല എനിക്ക് കേട്ടോ. അതുകൊണ്ട് 3ാമത്തെ റോളും കൂടി മേടിച്ചു. കാരണം ഒരുപാട് രൂപമോൾക്കൊക്കെ ഒരുപാട് പൊതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിക്ക് പൊതിയും വേണം. അപ്പോൾ പിന്നെ പിശുക്കൊന്നും ഇല്ലാണ്ട് പൊതിഞ്ഞ് നല്ല വൃത്തിക്ക് പൊതിയുമ്പോഴത്തേന് അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ ഈ KSK സ്റ്റോറാണ്, നല്ല അടിപൊളിയാണ്. എല്ലാവരും കേട്ടോ നമ്മളെ അറിയണ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും ചെറുതുരുത്തി ഒന്ന് ഈ ഒരു സ്റ്റോറിൽ വന്ന് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ മക്കൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഓൺ വോയിസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതിൽ ഷോപ്പിംഗ് വീഡിയോ മാത്രമാണ് ഇടുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ വോയിസിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം.
അപ്പോൾ ബായ്, വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇയർ വീണ്ടും സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ ബാക്കി അവർ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബായ്.